മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. നമ്മുടെ ബിഗ് ബോസ് റിയാസിനൊരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരുന്നു. അതിൽ ഒരു ടാസ്ക്കാണ് അനീഷിനെ കൊണ്ട് ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിക്കണമെന്ന്. സീക്രട്ട് ടാസ്ക് ആയതുകൊണ്ട് തന്നെ റിയാസിന് മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് അത് വെളിപ്പെടുത്താൻ സാധിക്കുകയുമില്ല. എന്നാൽ ബാക്കിയുള്ളവരെയും കൊണ്ട് ആ ടാസ്ക് ചെയ്യിക്കുകയും ചെയ്യണം. എന്തായാലും നമ്മുടെ അനീഷ് റിയാസിനെ കുറച്ച് വെള്ളം കുടിപ്പിച്ചു. എനിക്ക് തോന്നുന്നു റിയാസ് ശരിക്കും വേർത്തുപോയി. അനീഷ് പറയുന്നുണ്ടായിരുന്നില്ല ഷാനവാസിനോട് ഐ ലവ് യു ഡിയർ ഫ്രണ്ട് എന്ന്. അവസാനം എങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റോളം എടുത്താണ് റിയാസ് അനീഷിനെ കൊണ്ട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിച്ചത്. റിയാസ് ഈ BB ഹോട്ടലിലേക്ക് വന്നത് ഒരു ഫിലിം പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ ആയിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ പുതിയ ഒരു മൂവിയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ഓരോ റോള് പലർക്കും കൊടുക്കുന്നു. അങ്ങനെ പലരും പലരുടെയും റോള് ചെയ്യുന്നു. അങ്ങനെ അനീഷിന് കൊടുക്കുന്ന റോളാണ് ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയണമെന്ന്. എന്നാൽ അനീഷിന് ആ ഒരു റോള് ചെയ്യാനും ആ ഒരു ഡയലോഗ് പറയാനും ഭയങ്കര നാണമാണ്. റിയാസ് പലതവണ പറഞ്ഞിട്ടും അനീഷ് പറയുന്നില്ല. അവസാനം ആര്യനെയും കൊണ്ട് പറയിച്ചു നോക്കി. ആര്യൻ അക്ബറിനോട് പറയുന്നു, ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും അനീഷിനൊരു അവസരം കൊടുക്കുന്നു. എന്നാൽ അനീഷ് ഷാനവാസിനോട് ഐ ലവ് യു എന്ന് പറയില്ല. റിയാസിനാണെ സീക്രട്ട് ടാസ്ക് ആയതുകൊണ്ട് അനീഷിനോട് ഇങ്ങനെ പറയാനും സാധിക്കില്ല. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് കണ്ടസ്റ്റൻസിന് ഒരു ബെനിഫിറ്റ് കിട്ടുകയുമുള്ളൂ. എന്തായാലും റിയാസിന് കൊടുത്ത ടാസ്ക് റിയാസ് മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യാൻ ശ്രമിച്ചു. അവസാനം ഷാനവാസ് വരെ അനീഷിനോട് പറഞ്ഞു, നീ പറഞ്ഞോ എന്നോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞോ, ഞാൻ തെറ്റിദ്ധരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം എന്തായാലും ഇത്രയും പേര് പറയുന്നത് കൊണ്ടും റിയാസ് ഒരു ഗസ്റ്റ് ആയതുകൊണ്ടും ആ ഹോട്ടലിലെ ഒരു തൊഴിലാളിയായി അനീഷ് അഭിനയിക്കുന്നത് കൊണ്ടും അനീഷ് റിയാസിൻ്റെ വാക്കിന് ബഹുമാനം കൊടുത്ത് അവസാനം പയ്യെ നമ്മുടെ ഷാനവാസിനോട് പറഞ്ഞിരിക്കുകയാണ് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന്. അങ്ങനെ എന്തായാലും ബിഗ് ബോസ് റിയാസിന് ഫസ്റ്റ് കൊടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.